أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 927 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് കഹ്ഫിലെ 15-16 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൗലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ ഫമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. صدق الله العظيم. സൂറത്തുൽ കഹഫിലെ 15-16 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹഫില് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന 3 വിഷയങ്ങളിൽ ഒന്നാണ് അസ്ഹാബുൽ കഹഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ. അസ്ഹാബുൽ കഹഫുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് സൂറത്തിന്റെ ആദ്യത്തെ ഏതാനും ആയത്തുകൾ പിന്നിട്ടത് മുതൽ പ്രതിപാദിക്കപ്പെടുന്നത്. അം ഹസിബത അന്ന അസ്ഹാബൽ കഹഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതലാണ് ഈ സംഭവം, ഈ ചരിത്ര കാണ്ഡം വിവരിക്കപ്പെടുന്നത്. ഗുഹക്കാരുടെയും റഖീംകാരുടെയും കാര്യം അള്ളാഹുവിന്റെ അത്യത്ഭുതങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതായിട്ട് താങ്കൾ കരുതിയോ എന്നാണ് തുടക്കത്തിൽ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അവിടെ അഭിസംബോധന. അള്ളാഹുവിന്റെ വളരെയൊന്നും ആശ്ചര്യം രേഖപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു കൃത്യമാണ് ഈ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് എന്നാണ് അവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അതിനേക്കാളൊക്കെ ഏറെ പ്രസക്തമായ, പ്രാധാന്യമുള്ള, വിസ്മയകരമായ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നിങ്ങളുടെ മുന്നിൽ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി എന്നതാണ് സൂചിപ്പിക്കപ്പെട്ട കാര്യം. ഈ ആളുകളുമായി ബന്ധപ്പെട്ട, ഈ യുവാക്കളുടെ സംഘവുമായി ബന്ധപ്പെട്ട ഏറ്റവും സത്യസന്ധമായ വിവരണം നാം നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥയുടെ
കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അള്ളാഹു കടക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്: നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അവരുടെ ശരിയായ സത്യാധിഷ്ഠിതമായ വിവരം അല്ലെങ്കിൽ കഥ നാം നിനക്ക് വിവരിച്ചു തരാം. അവര് തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വാസം ഉൾക്കൊണ്ട ഒരു സംഘം യുവാക്കളായിരുന്നു. അവർക്ക് നാം അവരുടെ സന്മാർഗത്തിന്റെ വർധനവ് നൽകുകയുണ്ടായി. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ മേഖലകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. അവരുടെ ഹൃദയങ്ങളെ ദൃഢപ്പെടുത്തി കൊടുത്തു. അവര് എണീറ്റ് നിന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ച ആ സന്ദർഭത്തില് അവരെ നാം പ്രത്യേകമായിട്ട് ഈ വക നിശ്ചയദാർഢ്യവും വിശ്വാസദാർഢ്യതയും ഒക്കെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത്. നിർണായകമായ ഒരു ഘട്ടത്തില് തന്റെ അടുത്തോടുകൂടി എണീറ്റ് നിന്നുകൊണ്ട് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: റബ്ബുന റബ്ബുസ്സമാവാതി വൽ-അർള്. ഞങ്ങളുടെ നാഥൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനായ അള്ളാഹുവാണ്. അവനല്ലാതെ മറ്റൊരാളെയും അവനോടൊപ്പം ദിവ്യത്വത്തില് പങ്കാളിയായിട്ട് ഞങ്ങള് കണ്ടുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതത. അങ്ങനെ എങ്ങാനും ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിഭീകരമായ ഒരു കാര്യമാണ്, ഏറ്റവും കടുപ്പമേറിയ ഒരു സംഗതിയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയാണ് അവരുടെ സംഭാഷണം തുടരുന്നത്. വളരെ നിർണായകമായ അവരുടെ ജീവിതത്തിലെ ഏറ്റവുമേറെ സങ്കീർണത നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് അവര് ഈ പ്രഖ്യാപനം വളരെ കരുതലോടും ശ്രദ്ധയോടും കൃത്യതയോടും കൂടി നടത്തുന്നത്. ഞങ്ങളുടെ നാഥൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണ്. അവനല്ലാത്ത മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ സ്വീകരിക്കുകയില്ല. ലൻ നദൂവ മിൻ ദൂനിഹി ഇലാഹ. ലഖദ് ഖുൽനാ ഇദൻ ശതത. ഞങ്ങളെങ്ങാനും അങ്ങനെ പറയുകയാണെങ്കിൽ അത് വളരെ കടുപ്പമേറിയ ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ കടുപ്പമേറിയ വലിയ സങ്കീർണതയുള്ള ഭീകരമായ ഒരു പാതകമായിരിക്കും അത് എന്നാണ് അവർ തുറന്നു പറയുന്നത്. അള്ളാഹു അല്ലാത്തവരെ ഇലാഹായി കണ്ടുകൊണ്ട് റബ്ബായിട്ട് സ്വീകരിക്കുക എന്നത് ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും ഭീകരമായ, ഏറ്റവും കടുപ്പമുള്ള വിധത്തിലുള്ള ഒരു പാതകമാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. എന്നിട്ട് ആ ആളുകൾ, ഇന്ന് നമ്മൾ വായിച്ച രണ്ടായത്തുകളുടെ ആ ഭാഗം ശ്രദ്ധിക്കുക. ആ ആളുകൾ തുടർന്ന് പരസ്പരം നടത്തുന്ന സംസാരമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഹഉലാഇ ഖൗമുന. നമ്മുടെ ഈ ആളുകൾ, നമ്മുടെ ഈ നാട്ടുകാർ, ഇത്തഖദു മിൻ ദൂനിഹി ആലിഹ. അവർ അള്ളാഹുവിനെ കൂടാതെ ധാരാളം ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രപഞ്ചങ്ങളുടെ നാഥനായ അള്ളാഹുവിന് പുറമെ ഇവര് വേറെ പലരെയും ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. എന്നാൽ എന്തുകൊണ്ട് ഇവര് അതിന് ഉപോത്ബലകമായ തെളിവുകൾ കൊണ്ടുവരുന്നില്ല? ഈ പ്രപഞ്ചങ്ങളുടെ നാഥനായ അള്ളാഹു അല്ലാതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായ അള്ളാഹു അല്ലാതെ വേറെ പലർക്കും ദിവ്യത്വമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവരെ ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുകയാണല്ലോ ഇവര്. എന്നാൽ അതിന് എന്ത് പിൻബലമാണ് ഇവരുടെ കയ്യിലുള്ളത്? പ്രപഞ്ചങ്ങളുടെ റബ്ബിന് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമുഖത്തും ചുറ്റുപാടും ഒക്കെ ആയിട്ട് മനുഷ്യന് കാണാൻ കഴിയുന്ന അസംഖ്യം പ്രതിഭാസങ്ങള് അവന്റെ ദിവ്യത്വത്തെ ബോധ്യപ്പെടുത്തുന്നതായിട്ട്, അടയാളപ്പെടുത്തലായിട്ട് കാണാൻ കഴിയും. മനുഷ്യന്റെ വിരൽത്തുമ്പും ഇമവെട്ടലും ഉൾപ്പെടെയുള്ള സകല പ്രതിഭാസങ്ങളും അവന്റെ ശരീരവും മനസ്സും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളിലും
പ്രപഞ്ചനാഥന്റെ കയ്യൊപ്പ് ആർക്ക് വേണമെങ്കിലും കാണാം. എന്നാൽ ഇവരാരാധ്യരായി സ്വീകരിച്ചിരിക്കുന്ന ആ പ്രതിഭാസങ്ങൾ, ആലിഹത്തുകളായി സ്വീകരിച്ചിരിക്കുന്നത്, അവർക്ക് എന്ത് വിധത്തിലുള്ള വിശിഷ്ടതകളുണ്ട്, അവരെ ദിവ്യത്വത്തിന് യോഗ്യരാക്കുന്ന എന്ത് പിൻബലമുണ്ട് എന്ന ചോദ്യം വളരെ ന്യായമായതാണ്. ഇന്നലെയും മിനിയാന്നുമൊക്കെ മണ്ണും കല്ലും അല്ലെങ്കിൽ ലോഹവുമായി കിടന്നിരുന്ന ഒന്ന് ഇന്ന് ആരാധ്യനായിട്ട് രംഗത്ത് വരുമ്പോ എന്ത് പിൻബലമുണ്ട് ഈ കല്ലിന്റെ രൂപത്തിന്, അല്ലെങ്കിൽ മണ്ണിന്റെ രൂപത്തിന്, അല്ലെങ്കിൽ ലോഹം കൊണ്ടുണ്ടാക്കപ്പെട്ട ഈ സംഗതിക്ക് ദിവ്യത്വമുണ്ട്. അതിന്റെ മുന്നിൽ ഞാൻ നിത്യവും വന്ന് മുട്ടുകുത്തി നിൽക്കുകയോ അതിനോട് പ്രണാമം അർപ്പിക്കുകയോ അതിനോട് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പിൻബലമായി ന്യായമായിട്ട് എന്തുണ്ട് എന്നത് ഈ ആളുകളൊന്നും അവതരിപ്പിക്കുന്നില്ല. ഇതാണ് ഗുഹയുടെ ആളുകള് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ബഹുദൈവ വിശ്വാസികളായ നാട്ടുകാരെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഞങ്ങൾ വിശ്വാസം ഉൾക്കൊണ്ടിരിക്കുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നാഥനെയാണ്. ഈ പ്രപഞ്ചത്തിനൊരു അധികാരിയുണ്ട്, അതിനൊരു സൃഷ്ടാവുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകല സൂക്ഷ്മവും ചെറുതും വലുതുമായ സകല വിഷയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയന്ത്രകനുണ്ട്. അത് മനുഷ്യന്റെ സ്വാഭാവികമായ യുക്തിയിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആകസ്മികമായിട്ടുണ്ടായതല്ല ഇവിടെ ഒന്നും തന്നെ. നമ്മുടെ നാട്ടില് മഴയുടെ ക്രമം ഈ പിന്നിട്ടൊരു വർഷം പൂർണ്ണമായി മാറിയതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊന്നും കണക്ക് കൂട്ടിയ പോലെയുള്ള ഒരു രീതിയിലല്ല കഴിഞ്ഞൊരു വർഷം മഴ വർഷിക്കപ്പെടുകയുണ്ടായത്. അപ്പോ ഇതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല. അതിന് ആസൂത്രകൻ ഈ പ്രപഞ്ചത്തിന്റെ സകല സംഗതികളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ട ആസൂത്രണം നിർവഹിക്കുന്ന ഒരു ശക്തി, ഒരു പ്രപഞ്ചനാഥനുണ്ട്. അവന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എല്ലാം നിലകൊള്ളുന്നത്. ഇത് മനസ്സിലാക്കാൻ ഈ പ്രപഞ്ച സംവിധാനം തന്നെ ധാരാളം മതിയായതാണ്. അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും എല്ലാ നല്ല പേരുകളും അവൻ്റെതാണ്. അതുകൊണ്ട് അതിലൊരു ആശയക്കുഴപ്പത്തിനും ഇടമില്ല. ലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അയ്യമ്മ തദുർ, എന്ത് വിളിച്ചാലും, നിങ്ങൾ റഹ്മാൻ എന്ന് വിളിച്ചാലും അതുപോലെ അള്ളാഹു എന്ന് വിളിച്ചാലും എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും അള്ളാഹുവിൻ്റെതാണ്. ഇത് നമ്മൾ പിന്നിട്ട സൂറത്തില് വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്നതാണ്. അവൻ തന്നെയാണ് ഞങ്ങളുടെ നാഥൻ. അതാണ് ദൈവികമായി ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൂടി. ഞങ്ങളുടെ യുക്തി ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അതാണ്. അതോടൊപ്പം ദൈവിക മാർഗദർശനത്തിലൂടെ ഞങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന കാര്യവും അത് തന്നെയാണ്. എന്നാൽ ഈ നാട്ടുകാര് ഇത്തഖദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവിനെ കൂടാതെ വേറെ പലതിനെയും ആലിഹത്തായിട്ട് വരിച്ചിട്ടുള്ളവരാണ്, സ്വീകരിച്ചിരിക്കുകയാണ്. ലൗല യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, എന്നാൽ അതിന് തെളിമയുള്ള ഒരു പിൻബലം അവരെന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? ഒരു സുൽത്താൻ, ഒരു എവിഡൻസ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്തെങ്കിലും നിലക്കുള്ള ഒരു പിൻബലം, ഒരു തെളിവ് അവരെന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല? അള്ളാഹു അല്ലാത്ത ആരാധനാമൂർത്തികളായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന സകല രൂപങ്ങളും വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും അതെന്തൊക്കെ തന്നെയാണെങ്കിലും അവയ്ക്കൊക്കെ ദിവ്യത്വമുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന യാതൊന്നും അവര് ഹാജരാക്കുന്നില്ല. ഇന്നലെയോ മിനിയാന്നോ മണ്ണോ കല്ലോ ലോഹമോ ആയി കിടന്നതാണ്, അത് ഇന്ന് ഒരു വിഗ്രഹമായി ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് ദിവ്യത്വമുണ്ട് എന്നതിന് എന്ത് തെളിവ് നൽകപ്പെടുന്നു എന്ന് ചോദിച്ചാൽ യാതൊന്നും ഉണ്ടാവില്ല. അത്
പുരോഹിതന്മാര് ചേർന്ന് അങ്ങ് കൂടി അങ്ങനെ കണ്ട് തീരുമാനിക്കുകയാണ് അത് ദിവ്യത്വമുള്ളതാണ്, അതിന് ദൈവത്തിനെ പ്രതിനിധാനം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യം. എന്നാൽ അത് വെറും കല്ലും മണ്ണും മാത്രമാണ്, അല്ലെങ്കിൽ ലോഹമാണ്, അതുപോലെയുള്ളതൊക്കെയാണ്. അത് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് യാതൊരു ദിവ്യത്വവും അതിനില്ല. അതിനുണ്ടെന്നുള്ളതിന് ഒരു തെളിവും ഒരാൾക്കും ഹാജരാക്കാൻ സാധിക്കുകയുമില്ല. അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് അടക്കി നിർത്തുക എന്നതല്ലാത്ത മനുഷ്യയുക്തിക്കോ ബുദ്ധിക്കോ യോജിക്കാനോ സ്വീകരിക്കാനോ പറ്റുന്ന യാതൊന്നും പിൻബലമായിട്ട് അതിന് അവതരിപ്പിക്കാൻ സാധ്യമല്ല. ഇതാണ് ഗുഹാവാസികൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊരു തിരിച്ചറിവോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം, അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ വ്യാജം ചമച്ചുണ്ടാക്കുന്നവനേക്കാൾ വലിയ അധർമ്മി, വലിയ അക്രമി ആരുണ്ട് എന്നാണ്. ഉന്നയിക്കപ്പെടേണ്ട വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. കല്ലും മണ്ണും ലോഹവും ഒക്കെ രൂപം ആയി ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കാൻ തുടങ്ങുമ്പോൾ, അതിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, അതിന്റെ മുന്നിൽ ഒരു സമൂഹത്തെ ഒന്നാകെ ക്ഷാവരപ്പിച്ചുകൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ എന്ത് പിൻബലമുണ്ട് ഇതിന്? അള്ളാഹുവിന്റെ പേരിൽ, പ്രപഞ്ചനാഥന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കിയിട്ട്, കള്ളം ചമച്ച് ഇവയ്ക്ക് ദിവ്യത്വമുണ്ട് എന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതാണ് എന്ന വിധത്തില് ഈ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ ഏറ്റവും വലിയ, പ്രപഞ്ചനാഥന്റെ പേരിൽ ഏറ്റവും വലിയ കളവാണ്, വ്യാജമാണ് അവര് ചമച്ചുണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് അതിനേക്കാൾ വലിയൊരു അക്രമം, ഒരു അധർമ്മം വേറെ ഇല്ല എന്നാണ് ഈ ഗുഹക്കാര് തിരിച്ചറിയുന്ന കാര്യം. അതാണ് അവര് പറയുന്നത്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. എല്ലായ്പ്പോഴും തന്നെ അത് നമുക്ക് സമകാലിക മാനവ ചരിത്രം നിരീക്ഷിച്ചാലും പൗരാണികമായ മാനവ കാലഘട്ടങ്ങളെ വിലയിരുത്തിയാലും ഒക്കെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇത്തരം പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും അള്ളാഹു അല്ലാത്ത ആലിഹത്തുകളും ഒക്കെ അതത് സമൂഹങ്ങൾക്ക് ഒരു മറയാണ്. അവർക്ക് തോന്നിയ വിധത്തിലുള്ള അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് എപ്പോഴും അധികാരം കൈയാളുന്നവർക്ക് ഒരു മറ ആവശ്യമാണ്. പഴയകാലത്തും ഇങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. തോന്നിയ വിധത്തില് അവരുടെ ഭൗതിക താല്പര്യങ്ങൾ സഫലീകരിക്കുന്ന വിധത്തില് ജനങ്ങളെ നിയന്ത്രിച്ച് അടക്കി വാഴാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് ഒരു പ്രതിഷ്ഠയോ വിഗ്രഹമോ ഒക്കെ ആവശ്യമാണ്. ആ പ്രതിഷ്ഠയുടെയും വിഗ്രഹത്തിന്റെയും ഒക്കെ കോപത്തെ സൂചിപ്പിച്ചുകൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ടും, അതുപോലെ അവരെ മൂഢമായ ചില വിശ്വാസങ്ങളിൽ തളച്ചിട്ടുകൊണ്ടുമാണ് ജനങ്ങളെ അവരടക്കി വാഴുന്നതും അവർക്ക് വേണ്ട സ്വാർത്ഥത അവര് പൂർത്തീകരിച്ച് നേടുന്നതും ഒക്കെ തന്നെ. അത് കൃത്യമായ ഭൗതിക ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. എല്ലാ കാലഘട്ടങ്ങളിലും വിഗ്രഹങ്ങൾ ഈ സമ്പന്നവർഗത്തിനും പുരോഹിത വർഗത്തിനും ഒരുമിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായിരുന്നു എന്നത് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിന്റെ രഹസ്യങ്ങളിലേക്ക് പിന്നാമ്പുറത്തേക്കൊന്നും ഒന്നും എത്തി നോക്കാനോ പാളി നോക്കാനോ ഒന്നും പോലും അനുവദിക്കാത്ത വിധത്തിൽ ബുദ്ധിയെ അടിമപ്പെടുത്തി നിർത്തുക എന്നതാണ് വിഗ്രഹപൂജ സ്വീകരിക്കുന്ന ഒരു നിലപാട്. ഖുർആൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഖുർആൻ പ്രപഞ്ചത്തിൽ ഓരോ പ്രതിഭാസത്തെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അതിന്റെ പുറകിൽ കൃത്യമായ ഒരു ആസൂത്രകൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രപഞ്ചനാഥനെ, അത് കാണപ്പെടുന്ന മനുഷ്യന് ഈ ഭൗതിക ലോകത്തുനിന്ന് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു രൂപമൊന്നുമുള്ള ദൈവമല്ല, ആ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് കാണുക സാധ്യമല്ല. അവന്റെ
പ്രവർത്തനങ്ങളുടെ, അവന്റെ ദൃഷ്ടാന്തങ്ങളുടെ സാന്നിധ്യം മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ആ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചൂഷണം സാധ്യമല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തെ ചൂഷണം ചെയ്യാൻ മുതിരുന്ന പുരോഹിതന്മാർ എപ്പോഴും തന്നെ വേറെ പലരെയും എഴുന്നള്ളിക്കുന്നത് നമ്മൾ കാണുന്നത്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചൂഷണം സാധ്യമല്ല. അവർക്ക് കൺമുന്നിൽ കാണുന്ന ഒരു വിഗ്രഹം പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ചില പ്രതിഭാസങ്ങളൊക്കെ കാണിക്കപ്പെടേണ്ടതുണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി. അപ്പോ ഇസ്ലാമിക സമൂഹത്തിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അങ്ങനെ ചില ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന ശക്തികൾ ആനയിക്കപ്പെടുകയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യും. പല പുരോഹിതന്മാരും നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ചിലതിനെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ അധികാരവും സ്വാധീനവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതും അവർ തടിച്ചു കൊഴുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ ഗുഹയിൽ അഭയം പ്രാപിച്ച ഈ ആളുകള് അവരുടെ അവസ്ഥയെക്കുറിച്ച്, അവരുടെ ആ പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഈ കൂട്ടര്, ഈ നാട്ടുകാര് അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളെ, ആലിഹത്തിനെ സ്വീകരിച്ചിരിക്കുകയാണ്. സുൽത്താനും ബയ്യന്, എന്നാൽ വ്യക്തതയുള്ള വല്ല തെളിവും അവരുടെ കയ്യിൽ അതിന് പിൻബലമായിട്ടുണ്ടോ? അവർ ഈ ആരാധനയ്ക്ക് സ്വീകരിച്ചിരിക്കുന്ന മൂർത്തികൾ ദിവ്യത്വം ഉള്ളതാണ് എന്നതിന് വല്ല തെളിവും അവർക്കുണ്ടോ? യാതൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ച് പറയുന്നതിന്, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തുല്യമാണ്. അതിനെക്കുറിച്ചാണ് അവർ വീണ്ടും പറയുന്നത്, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമയ്ക്കുന്നവനേക്കാൾ കള്ളവാദിയായിട്ട്, അക്രമിയായിട്ട് ആരുണ്ട് എന്നാണ് അവർ പരസ്പരം ഈ തങ്ങളുടെ നാട്ടുകാരെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന കാര്യം. എന്നിട്ട് അവര് തങ്ങളുടെ നാട്ടുകാരെ കുറിച്ചുള്ള പരാമർശം മതിയാക്കിയിട്ട് അവരുടെ അവസ്ഥയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമാണ് തുടർന്നുള്ള നമ്മൾ വായിച്ചു വെച്ച 2-ാമത്തെ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. വൈദ്യഴുത്തൂഹും, നിങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടു പോന്നതാണല്ലോ, അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ച് നിങ്ങൾ അവരിൽ നിന്ന് വേർപെട്ട് ഞങ്ങള് നിങ്ങളുടെ പാത പിന്തുടരുന്നവരല്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് വേർപെട്ടു പോന്നിരിക്കുകയാണല്ലോ നിങ്ങൾ. വൈദ്യഴുത്തൂഹും, വമായഅ്ബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അവരോട് മാത്രമല്ല വേർപെട്ടു പോന്നിട്ടുള്ളത്, അള്ളാഹുവിനെ കൂടാതെ അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന സകലതിനെയും നിങ്ങൾ കൈയൊഴിഞ്ഞു വന്നിരിക്കുകയാണ്. അവരിൽ കൂട്ടത്തിൽ ഒരാള് ബാക്കിയുള്ളവരോട് പറയുന്ന വിധത്തിലാണ് ഈ ശൈലി. വൈദ്യഴുത്തൂഹും, നിങ്ങൾ അവരുമായി ഒരു വേർപെടൽ നടത്തിയല്ലോ. വമായഅ്ബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ അവരെന്തിനൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടായിരുന്നോ അവയെ ഒക്കെയും നിങ്ങൾ കൈവിട്ട് വേർപെട്ട് അവരിൽ നിന്ന് വേർപിരിഞ്ഞു പോന്നുവല്ലോ. അതിനാൽ ഫഅ്വൂ ഇലൽ കഹ്ഫ്, ഈ ഗുഹയിൽ അഭയം പ്രാപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചോളൂ. കൂട്ടത്തിൽ ഒരാള് ബാക്കിയുള്ളവരോട് പറയുന്ന ഒരു ശൈലിയിലാണ്. നമുക്ക് ഈ ഗുഹയിൽ അഭയം പ്രാപിക്കാം. ഫഅ്വൂ ഇലൽ കഹ്ഫ്. മറ്റൊരു സാധ്യതയും അതിനുണ്ട്. അള്ളാഹു അവരുടെ മനസ്സിൽ ഈ ഒരു ആശയം തോന്നിപ്പിച്ചു എന്ന വിധത്തിൽ അള്ളാഹുവിന്റെ അവർക്കുള്ള മാർഗദർശനമായിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലക്കും ഈ ആയത്തിനെ വായിക്കാൻ സാധിക്കും. അത് മനസ്സിലെങ്ങനെയാണ് ആശയങ്ങൾ മനസ്സിലിട്ട് തരുന്നത്? അള്ളാഹുവാണ്. പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തില് മനസ്സിൽ തോന്നിയ ഒരു ആശയം അവർ പരസ്പരം പങ്കുവെക്കുന്നതിന്റെ പുറകില് അള്ളാഹുവിന്റെ ഒരു മാർഗദർശനം കാണും. അപ്പൊ ഒന്നുകിൽ കൂട്ടത്തിൽ ഒരാള് ബാക്കിയുള്ളവരോട് പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവർ ഓരോരുത്തരുടെയും മനസ്സിൽ അള്ളാഹു ഒരു അശരീരിയായ ശബ്ദം കേൾപ്പിച്ച പോലെയായിട്ട് ഇതിനെ കാണാം. അപ്പോ നിങ്ങൾ അവരെയും
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം ആലിഹത്തിനെ സ്വീകരിക്കുന്ന ഈ നാട്ടുകാരെയും ആ ആലിഹത്തുകളെയും കൈവിട്ട് പോന്നിരിക്കുകയാണല്ലോ. അതിനാൽ നിങ്ങൾ ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചോളൂ. ഫഅ്വൂ ഇലൽ കഹ്ഫ്. ഈ ഗുഹയിൽ നിങ്ങൾക്ക് ഒരു അഭയം കണ്ടെത്താൻ പറ്റിയെന്ന് വരും. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കായിട്ട് കാരുണ്യം ചൊരിഞ്ഞു തരും. എല്ലാ ഇടങ്ങളിലുമായിട്ട് അവൻ നിങ്ങൾക്ക് കാരുണ്യം വിതരണം ചെയ്തു തരും. യൻഷുർ ലക്കും, അവൻ നിങ്ങൾക്ക് വ്യാപിപ്പിച്ചു തരും. മിർ റഹ്മതിഹി, റബ്ബുക്കും മിർ റഹ്മതിഹി. നിങ്ങളുടെ നാഥൻ നിങ്ങൾക്കായിട്ട് കാരുണ്യം ചൊരിഞ്ഞു തരും. നിങ്ങൾ ഈ ഗുഹയിൽ അഭയം തേടിക്കോളൂ. വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും, ഒരുക്കി തരും. വയുഹയ്യിഉ ലക്കും, അവൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി തരും. മിൻ അംരിക്കും മിർഫഖ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, നേരത്തെ അവർ പ്രാർത്ഥിച്ചിരുന്നതും അങ്ങനെ ഒരു കാര്യമാണ്. ഞങ്ങളുടെ കാര്യം നീ എളുപ്പമാക്കി തരണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വഹയ്യിഉ ലനാ മിൻ അംരിനാ റശദ. സന്മാർഗബോധത്തോടുകൂടി ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നീ ഒരു സൗകര്യം ചെയ്തു തരണമേ എന്നാണ് അവര് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ അവർ കേട്ട ദൈവിക ശബ്ദം അല്ലെങ്കിൽ ദൈവിക മാർഗദർശനത്തിന്റെ ഒരു വാച രൂപം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ഗുഹയിൽ അഭയം തേടിക്കോളൂ. നിങ്ങൾ ഈ നാട്ടുകാരെയും അവരുടെ ആരാധനാമൂർത്തികളെയും ഒക്കെ കൈയൊഴിഞ്ഞു പോന്നതാണല്ലോ. അവൻ, നിങ്ങളുടെ റബ്ബ്, നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൻ എളുപ്പമുള്ളതാക്കി മാറ്റിത്തരും. അതുകൊണ്ട് വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖ. മിർഫഖ് എന്നുള്ളത് റഫീഖ് എന്നൊക്കെയുള്ള വാക്കിന്ന് വരുന്ന വേറെ രൂപമാണ്. സുഹൃത്ത് എന്നാണല്ലോ റഫീഖ് എന്ന് പറഞ്ഞാല്, ആത്മമിത്രം എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും സൗഹൃദപരമായതാക്കി എല്ലാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൻ മാറ്റിത്തരും. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് കാര്യങ്ങളൊക്കെ സൗഹൃദപരമായതാക്കി എളുപ്പമാക്കി തരും നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗുഹയിൽ കയറി അഭയം കണ്ടെത്തിക്കോളൂ എന്നാണ് കൂട്ടത്തിൽ ഒരാൾ മറ്റുള്ളവരോട് പറഞ്ഞത്. അല്ലെങ്കിൽ അവരെല്ലാവരും തന്നെ അവരുടെ മനസ്സിൽ ഒരു ദൈവിക മാർഗദർശനമായിട്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. ഇതാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളുടെ ആശയം. അപ്പൊ ഈ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പൊതുകാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗുഹാവാസികളെ പരാമർശിക്കുന്ന ഭാഗം അടങ്ങിയ ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആന്റെ മുന്നേ ഈ അസ്ഹാബുൽ കഹ്ഫിനെ മറ്റൊരു ദൈവിക വേദഗ്രന്ഥത്തിലും പരാമർശിക്കുന്നില്ല. ബൈബിളില് ഒന്നും തന്നെ ഇങ്ങനെ ഒരു സൂചന വരുന്നില്ല. സ്വാഭാവികമായിട്ടും അതിന്റെ കാരണം നമ്മൾ തേടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, ബൈബിൾ അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചീല്, തൗറാത്ത് പോലെയുള്ള ദൈവിക ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നതിന്റെ അവതരിപ്പിക്കപ്പെടുന്നതിന്റെ മുന്നേ അല്ല ഈ സംഭവങ്ങളൊന്നും അരങ്ങേറുന്നത്. അത് ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷമാണ്. ഈസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണത്തിനെ തുടർന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഈ ചരിത്ര സംഭവം അരങ്ങേറുന്നത് എന്നതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട്, ഈ കഥയുടെ ഈ സംഭവങ്ങളുടെ ആദ്യ ഭാഗമാണല്ലോ ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ളത്. അതിന്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, രണ്ട് ചരിത്രഘട്ടത്തെ ഈ കഥ പരാമർശിക്കുന്നുണ്ട് എന്നതാണ്. ഒന്ന്, ഗുഹാവാസികൾ തങ്ങളുടെ നാട്ടില് അതിഭീകരമായ പീഡനവും പ്രാതികൂല്യവും ഒക്കെ നേരിട്ട് അവിടുന്ന് അവരുടെ വിശ്വാസ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥലം വിടുന്നതാണ്, നാട് വിട്ടു പോകുന്ന ഒരു ഘട്ടമാണ്. അവര് നാട്ടിൽ തങ്ങാൻ കഴിയുകയില്ല എന്നൊരവസ്ഥ വന്നപ്പോ ഒരുമിച്ച് നാട് വിട്ടു പോകാൻ തീരുമാനിക്കുകയും
അവരുടെ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യുകയും ചെയ്യുകയാണ്. അവരുടെ ആ പലായനം ചെയ്തുകൊണ്ടുള്ള യാത്രയുടെ ഘട്ടത്തിലാണ് അവര് ഒരു ഗുഹയിൽ അഭയം തേടുന്നത്. ഒരു ഗുഹയിൽ തങ്ങി തൽക്കാലം ശത്രുക്കളുടെ പിടുത്തത്തിൽ പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു അഭയമായിട്ട് അവര് ഗുഹയെ കണ്ടുകൊണ്ട് അതിനകത്ത് കയറി കൂടുകയാണ്. ആ ഗുഹയിലാണ് അവര് ദീർഘമായ ഒരു കാലം ഉറങ്ങിപ്പോകുന്നത്. അള്ളാഹു അവരെ ഉറക്കിക്കിടത്തുകയാണ്. ഖുർആന്റെ പരാമർശം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ 309 വർഷങ്ങൾ അവര് ആ ഗുഹക്കകത്ത് അങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. 309 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് അവര് കണ്ണു തുറക്കുന്നത്. അപ്പോ 2 ഘട്ടങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഗുഹാവാസികൾ അതിഭീകരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാടുവിട്ട ആ ചരിത്രഘട്ടം, എന്നിട്ട് ഗുഹയിൽ അഭയം പ്രാപിച്ച ആ തുടക്ക സമയം. രണ്ടാമത്തത് 309 കൊല്ലം പിന്നിട്ടതിന് ശേഷം അവര് കണ്ണു തുറന്ന് എണീറ്റ് വന്ന സമയം. അപ്പോ ഇതിനിടക്ക് 3 നൂറ്റാണ്ടിലേറെ കാലം വരുന്നുണ്ട്. അവര് താമസിച്ചിരുന്ന ഭൂപ്രദേശം, ഭരണം കൈയാളിയിരുന്ന ആളുകളൊക്കെ തുടക്കത്തിലുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായ ആളുകൾ രണ്ടാമത്തെ ഘട്ടമായപ്പോഴേക്ക് ആയിട്ടുണ്ട്. നാടും നാട്ടുകാരും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. വലിയ മാറ്റം ആ നാട്ടില് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സംബന്ധമായിട്ട് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആദ്യകാല മുഫസ്സിറുകൾക്ക് ചില സ്രോതസ്സുകൾ ഇത് സംബന്ധമായിട്ട് കിട്ടുകയുണ്ടായിട്ടുണ്ട്. കാരണം ഖുർആൻ ഇതിൽ ഏത് നാട്ടില് ഏത് കാലഘട്ടത്തില് എവിടെ എന്നതൊന്നുമുള്ള വ്യക്തത തരാത്ത വിവരണമാണ് നൽകുന്നത്. അതിന്റെ ആവശ്യമില്ല. ഖുർആൻ ഒരുപാട് കഥകള്, ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നത് ഈ സ്ഥലവും കാലവും പരാമർശിക്കാത്ത വിധത്തിലാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ഥലവും കാലവും മാറും, സ്ഥലപ്പേരുകൾ മാറും, കാലഗണന മാറും. ഇപ്പോ ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുമ്പുള്ള കാലത്ത് നമ്മൾ BC എന്നാണ് പരാമർശിക്കാറുള്ളത്, യൂറോപ്യൻ പശ്ചാത്തലത്തിൽ. അതിനുശേഷമുള്ള കാലത്തെ AD എന്നാണ് പരാമർശിക്കാറുള്ളത്. ഈ മാനദണ്ഡങ്ങളൊന്നും അല്ല മറ്റൊരു സാമൂഹ്യ ജീവിതക്രമത്തിൽ നിലനിൽക്കുക. നമ്മളിപ്പോ അറബ് സംസ്കാരത്തിന്റെ ഒരു പശ്ചാത്തലത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലഗണന ചെയ്യുന്നത് ഹിജ്റയുടെ അടിസ്ഥാനത്തിലാണ്. ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും. അതാണ് നിലവിലുള്ള മറ്റൊരു കാലണ്ടർ. നമ്മുടെ നാട്ടില് ധനു, മകരം, വൃശ്ചികം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാസങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മറ്റൊരു കാലണ്ടർ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ ഓരോ സംസ്കാരത്തിലും ഓരോ കാലണ്ടറും കാലഗണനയും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഏതെങ്കിലും ഒന്നിനെ പ്രത്യേകമായിട്ട് പരാമർശിക്കാതെ, കൃത്യമായിട്ട് ഏത് സ്ഥലത്ത് എന്നൊന്നും പറയാതെ ഉള്ള ഒരു ശൈലിയാണ് ഖുർആൻ സ്വീകരിക്കുന്നത്. അത് ഖുർആനില് പരാമർശിക്കപ്പെടുന്ന വേറെയും പല സംഭവങ്ങളുടെയും കാര്യത്തില് ഇതേ ഒരു രീതി സ്വീകരിക്കുന്നു. ഖുർആന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഇജാസുകളിൽ ഖുർആന്റെ അസാധാരണത്വവും അമാനുഷികതയും കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മനുഷ്യനിത് സാധ്യമല്ല. എവിടെ, എപ്പോ എന്ന് സൂചിപ്പിക്കാതെ ഒരു സംഭവം വിവരിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആണ്. ഒരു ടെമ്പറാലിറ്റിയുടെയും സ്പേഷ്യാലിറ്റിയുടെയും സമയത്തിന്റെയും അതുപോലെ തന്നെ ഇടം അല്ലെങ്കിൽ സ്ഥലം ഏതെന്ന് പരാമർശിച്ചുകൊണ്ടുള്ള രീതിയിലല്ലാതെ മനുഷ്യന് ഒരു കാര്യം വിവരിക്കുക സാധ്യമല്ല. മനുഷ്യന്റെ ഏത് രചനയും എടുത്തു നോക്കാം. അതിലൊക്കെ തന്നെ ഒരു സംഭവം പറയണമെങ്കിൽ, ഒരു സംഗതി വിവരിക്കണമെങ്കിൽ മനുഷ്യനൊരു കാലം പരാമർശിക്കേണ്ടതുണ്ട്, ഒരു സ്ഥലം പരാമർശിക്കേണ്ടതുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഖുർആന്റെ വിവരണത്തില് വളരെ അപൂർവമായ ചില കാര്യങ്ങളുടെ വിവരണത്തിലല്ലാതെ ഒരു കാലം ഒരു സ്ഥലം പരാമർശിക്കുന്നത് കാണാൻ സാധ്യമല്ല.
അതുപോലെ കാലവും വളരെ വളരെ പരിമിതമായിട്ട് മാത്രം, അതും കൃത്യമായിട്ട് വർഷം അല്ലെങ്കിൽ സമയമൊന്നും സൂചിപ്പിക്കുന്ന വിധത്തിലല്ല ചില പരാമർശങ്ങളുണ്ട് എന്നത് വെച്ച് നിർത്തിയാൽ അത് മനുഷ്യന്റെ ശൈലിയിലുള്ള ഒരു പരാമർശമല്ല. അത് ആ ആയത്തുകൾ വിശദമാക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അങ്ങനെയല്ല ഖുർആനിൽ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ കാലവും സ്ഥലവും പരാമർശിക്കാത്ത ഒരു ശൈലിയിലാണ് ഈ സംഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പോ ഇത് സംബന്ധമായി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ആയത്തുകൾക്ക് പിൻബലമാവുന്ന വിധത്തിലുള്ള വസ്തുതകൾ ചരിത്രത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചെന്ന് വരും. അങ്ങനെയാണ് പല വിഷയങ്ങളിലും നമ്മൾ ഖുർആന്റെ വ്യാഖ്യാനം നിർവഹിക്കുന്നത്. അപ്പോ ഈ ചരിത്ര സംഭവം സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെടുന്ന ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്ര സംഭവം, ഇതിനെ ഒരു സ്രോതസ്സിൽ നിന്ന് ഇത് സംബന്ധമായ ഇതാണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിവരണം പൂർവിക മുഫസ്സിറുകൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. വളരെ പ്രാചീനമായ ഒരു സാക്ഷ്യം ഇതിന് പിൻബലമായിട്ടുള്ളത് സിറിയയിലെ ഒരു ക്രൈസ്തവ പാതിരി, അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് സൊറോഗി എന്നാണ്. ജെയിംസ് സൊറോഗി എന്ന് പേരുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ സിറിയക് ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ചില സെർമൺസ് ഉണ്ട്, ചില സാരോപദേശങ്ങൾ. ആ സാരോപദേശങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഒരേ ഒരു പരാമർശം ആദ്യമായിട്ടുണ്ടാവുന്നത്. അദ്ദേഹം ഈ ജെയിംസ് സൊറോഗി എന്ന് പറയുന്ന സിറിയൻ ഭാഷയിൽ ഈ സെർമൺസ്, ഈ സാരോപദേശങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആ ക്രൈസ്തവ പുരോഹിതൻ AD 452 ജനിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ രണ്ടാമത്തെ ഘട്ടം അവര് ഉണർന്നെണീച്ച് 10-30 വർഷങ്ങൾ 30-40 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഈ ജെയിംസ് സൊറോഗി എന്ന സിറിയക്കാരൻ സിറിയൻ ഭാഷയിൽ ഈ സെർമൺസ് എഴുതിയിട്ടുള്ള ആള് ജനിക്കുന്നത്. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ കാലം പിന്നിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു വിവരണമാണ് ഞാൻ നൽകുന്നത്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാലം, അദ്ദേഹത്തിന്റെ ജനനം AD 452 എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനനം കഴിഞ്ഞ് 452 വർഷങ്ങൾ പിന്നിട്ട ഒരു ഘട്ടത്തിലാണ് നമുക്ക് റഫ്ലി അങ്ങനെയാണ് പറയാൻ കഴിയുക. 4.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈസ അലൈഹി ഇസ്ലാമിന്റെ പിറവിക്ക് ശേഷം. ആ ഘട്ടത്തിൽ ഈ ജെയിംസ് സൊറോഗിയുടെ സാരോപദേശങ്ങൾ, സെർമൺസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ എഫീസസിലെ ഉറങ്ങിക്കിടന്ന ചില ആളുകളെ പരാമർശിക്കുന്നത്. എഫീസസ് എന്നുള്ളത് റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഏഷ്യ മൈനർ പ്രദേശത്ത് ഉള്ള ഒരു പട്ടണമാണ് എഫീസസ്. ഈ എഫീസസിലെ ഉറങ്ങിക്കിടന്ന ചില ആളുകളുടെ അത്ഭുതകരമായ ഒരു ചരിത്ര സംഭവം ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ഒരു 4.5 നൂറ്റാണ്ട് പിന്നിട്ട ഘട്ടത്തില് ജനിച്ച ജെയിംസ് സൊറോഗി എന്ന പേരുണ്ടായിരുന്ന പുരോഹിതൻ, അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങളുടെ കൂട്ടത്തില് ഇവരെ പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് അത് സംബന്ധമായ ചരിത്ര രേഖ ഇബ്നു ജരീർ അത്വബരി എന്ന മുഫസ്സിറിനെ പോലെയുള്ള ചില ആളുകൾക്ക് ലഭിക്കുന്നത്. അദ്ദേഹം ഈ ഇബ്നു ജരീർ തൊബരിയുടെ തഫ്സീറിൽ ഈ പരാമർശം നടത്തിക്കൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ജെയിംസ് സൊറോഗിയുടെ ഈ രചനയുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങൾ
ഇസ്ലാമിക സമൂഹത്തിന് ഇപ്പോ ഈ തഫ്സീറിന്റെ കർത്താവായ ഇമാം തൊബരിക്ക് ലഭിച്ചിട്ടുള്ളത് പോലെ ഈ സ്രോതസ്സിൽ നിന്ന് ഈ കഥ ഈ ജെയിംസ് സൊറഗിയുടെ രേഖയിൽ നിന്ന് യൂറോപ്പിലേക്കും പോയിട്ടുണ്ട്. യൂറോപ്യര് ബൈബിൾ അനുബന്ധ രചനകളിൽ പലയിടങ്ങളിലും ഈ സ്ലീപ്പേഴ്സ് ഓഫ് എഫീസസ് എന്ന എഫീസസിലെ ഉറങ്ങിക്കിടന്ന ആളുകൾ എന്ന വിധത്തിൽ പരാമർശിക്കുന്ന കാണാൻ കഴിയും. ചരിത്രകാരൻ ഗിബൺ ഈ 7 ഉറങ്ങിക്കിടന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു അധ്യായം തന്നെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ദ ഫാൾ ഓഫ് റോമൻ എംപയർ എന്ന അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ 7 സ്ലീപ്പേഴ്സ് എന്ന ഒരു തലക്കെട്ടോടു കൂടി ഒരു അധ്യായം ഉൾപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഖുർആൻ പരാമർശിക്കുന്ന അസ്ഹാബുൽ കഹഫും ഗിബൺ അദ്ദേഹത്തിന്റെ ചരിത്ര രേഖയിൽ പരാമർശിക്കുന്ന 7 സ്ലീപ്പേഴ്സ് എന്ന എഫീസസിൽ ഉറങ്ങിക്കിടന്ന ആളുകൾ എന്ന വിധത്തിലുള്ള ആ സംഭവ വിവരണവും ഒരേ സംഭവം തന്നെയാണ് പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു സങ്കീർണത അടങ്ങിയിട്ടുള്ളത് ഇവരുടെ ഭൗതിക പടിഞ്ഞാറൻ ഓറിയന്റലിസ്റ്റ് ചിന്തകരുടെയൊക്കെ അവരുടെ ഓറിയന്റലിസ്റ്റ് സ്കോളേഴ്സിന്റെ കണക്കുകൂട്ടലുകളിൽ ഈ എഫീസസിൽ ഉറങ്ങിക്കിടന്ന ഈ 7 ആളുകളുടെ ഉറങ്ങിയ കാലം അവരുടെ ഗണന അനുസരിച്ച് ഒരു 192 വർഷമൊക്കെയാണ് പരാമർശിക്കപ്പെടുന്നത്. എന്നാൽ ഖുർആൻ 309 വർഷം ഉറങ്ങിക്കിടന്നു എന്നത് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നല്ല. മുഹമ്മദിന് ഈ വിവരങ്ങൾ കിട്ടിയ സ്രോതസ് തെറ്റായി പോയി, മുഹമ്മദിന് അബദ്ധം സംഭവിച്ചു എന്നൊക്കെയുള്ള നിലക്കാണ് ഗിബൺ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാൻ കഴിയും. ഗിബൺ കൂടുതൽ ആധികാരികമായിട്ട് കാണുന്നത് അവരുടെ ചരിത്ര സ്രോതസ്സുകളാണ്. പക്ഷെ ഈ നേരത്തെ പരാമർശിക്കപ്പെട്ട ജെയിംസ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, ജെയിംസ് സൊറോഗി എന്ന സിറിയൻ പുരോഹിതൻ അദ്ദേഹത്തിന്റെ സെർമൺസിൽ ഇത് പരാമർശിച്ചു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം തന്നെ ഇത് രചിക്കുന്നത് ഈ ഗുഹാവാസികളുടെ അവര് കണ്ണു തുറന്നെണീറ്റതിന് ശേഷം ഒരു 10-30 വർഷം പിന്നിട്ട ശേഷം ജനിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലഭ്യമായ ഇൻഫർമേഷനിൽ തന്നെ ചില പിശകുകൾ ഉണ്ടാവാൻ വലിയ സാധ്യതയുണ്ട്. ഒരിക്കലും തന്നെ അള്ളാഹു നടത്തിയിട്ടുള്ള വിവരണത്തിനേക്കാൾ ആശ്രയിക്കാവുന്നതായിട്ട് അത് വരികയില്ല. കാരണം ആ ആള് ജെയിംസ് സൊറോഗി ഈ ഗുഹാവാസികൾ കണ്ണു തുറന്ന കാലത്ത് ജനിച്ചിട്ട് പോലുമില്ല. 10-30 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. അതുകൊണ്ട് തന്നെ പെശക് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് ജെയിംസ് സൊറോഗി എന്ന ഈ ഗുഹാവാസികൾ ആദ്യമായിട്ട് പരാമർശിക്കുന്ന ചരിത്രരേഖ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സെർമൺസ് എഴുതിയിട്ടുള്ള ആളുടെ ഭാഗത്താവാൻ സാധ്യതയുണ്ട്. അതാണ് കൂടുതൽ സാധ്യതയുള്ളത്. നമുക്ക് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമോ ഒരു അന്വേഷണമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടതില്ലാത്ത ഒരു സംഗതിയാണ് അതിന്റെ കൃത്യതയുടെ കാര്യത്തിൽ. അപ്പോ ഗിബൺ പരാമർശിക്കുന്ന ഗിബന്റെ ഹിസ്റ്ററി ഓഫ് ദ ഫാൾ ഓഫ് ദ റോമൻ എംപയറിൽ പരാമർശിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഈ ഉറങ്ങിക്കിടന്ന 7 ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അത് ഖുർആന് വെളിയിൽ ഈ ചരിത്രം പരാമർശിക്കുന്ന സ്രോതസ്സുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ഒരു 4.5 നൂറ്റാണ്ട് പിന്നിട്ട ഘട്ടത്തിൽ ജനിച്ച ഒരാള് രചിച്ചിട്ടുള്ള ചില സാരോപദേശങ്ങളുടേതായ ലിഖിതങ്ങളില് ഇങ്ങനെ ഒരു സംഘത്തെക്കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക്, ഖുർആൻ മുഫസ്സിറുകൾക്ക് ഈ 7 ഉറങ്ങിക്കിടന്ന ആളുകളെ കുറിച്ചുള്ള
ഖുർആനിൽ പറയാത്തതായ വിശദാംശങ്ങൾ അവർക്ക് ലഭിക്കുന്നത് അവിടുന്നാണ്. തഫ്സീർ തൊബരിയിൽ ഈ വിവരണങ്ങൾ വരുന്നത് ആ സ്രോതസ്സിൽ നിന്നാണ്. ഇതേ സ്രോതസ്സിൽ നിന്നാണ് ജെയിംസ് സൊറോഗിയുടെ ഇതേ സ്രോതസ്സിൽ നിന്നാണ് ഈ സംഭവങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ യൂറോപ്യൻ സ്രോതസ്സുകളിലേക്ക് എത്തുന്നത്. ഇപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പശ്ചാത്തലത്തിൽ ദ മൈറ്റി സ്ലീപ്പേഴ്സ് ഓഫ് എഫീസസ് എന്നത് പലയിടത്തും പരാമർശങ്ങൾ വരുന്ന, പല പഴയ കാലത്തുള്ള ലേഖനങ്ങളിലൊക്കെ പരാമർശമുള്ള ഒരു സംഗതിയാണ്. ദ മൈറ്റി സ്ലീപ്പേഴ്സ് ഓഫ് എഫീസസ്. എഫീസസിലെ അതിഭീകരന്മാരായ ഉറക്കക്കാർന്നോ അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്ന ആളുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. അതിഗംഭീരമായിട്ട് ഒരു വലിയ കാലയളവ് ഉറങ്ങിയത് കൊണ്ടുള്ള ഒരു പരാമർശമായിട്ടാണ് ദ മൈറ്റി സ്ലീപ്പേഴ്സ് എന്ന് അവരെ പരാമർശിച്ചുകൊണ്ട് കാണുന്നത്. അപ്പൊ യൂറോപ്യൻ ലിറ്ററേച്ചറിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ മൈറ്റി സ്ലീപ്പേഴ്സിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ എഫീസസിലെ ഉറങ്ങിയ ആളുകൾ ഖുർആന്റെ വ്യാഖ്യാനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആ വിഷയം പഠിച്ച പൗരാണിക ഖുർആൻ മുഫസ്സിറുകള് ഇതേ സ്രോതസ്സിൽ നിന്ന് തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെടുത്തുകൊണ്ട് ഖുർആന്റെ വിശദീകരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയതും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ നമുക്കത് പങ്കുവെക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.